എക്സ്ക്ലൂസീവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ ബിജെപിയുടെ സീൽ ഈ മാസം 21-ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ കുറിച്ചുള്ള 2019 കത്തിലാണ് ബിജെപി സീൽ പതിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സീലിന് പകരമാണ് ബിജെപി സീൽ വന്നത്. പിഴവ് സംഭവിച്ച സുഹൃത്തുക്കളെ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഒരു കത്തയക്കും. പെരുമാറ്റച്ചട്ടം ഈ കാര്യങ്ങൾ വെച്ചിട്ട് CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കും കോൺഗ്രസ്സുകാർക്കും BJP-ക്കാർക്കും അങ്ങനെ ഏതൊക്കെ ആളുകളൊക്കെ മത്സരിക്കുന്നുണ്ടോ, ഏതൊക്കെ പാർട്ടികൾ മത്സരിക്കുന്നുണ്ടോ ആ പാർട്ടികൾക്കല്ല ഈ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ചിട്ട് ഒരു കത്തയക്കും. ഈ ഒരു കത്ത് 2019 പ്രിന്റ് ചെയ്തതാണ്. അപ്പൊ ആ ഒരു കത്ത് അയച്ചപ്പോൾ അതില് ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു സീൽ ഉണ്ടാവും. സീലിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാതിരിക്കുമ്പോൾ ഇവിടെ വല്ല സീൽ ഇരിക്കുന്നു നോക്കണം. ഒരു സീലുണ്ടാവും, ഒരു വട്ടത്തിലുള്ള ഒരു സീലുണ്ടാവും ഇലക്ഷൻ കമ്മീഷന്റെ. ആ ഇലക്ഷൻ കമ്മീഷന്റെ സീലിന് പകരം BJP-യുടെ സീല്. ആർക്കും സംശയമൊന്നുമില്ലല്ലോ, ഉണ്ടാവരുത്, തീർച്ചയായിട്ടും ഉണ്ടാവരുത്. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ തന്നെ ഇതാണ്. BJP ഓഫീസിൽ നിന്ന് അയച്ച കത്തൊന്നല്ല. എങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന് BJP-യുടെ ഓഫീസിൽ നിന്ന് അയച്ച കത്തല്ല, ഇലക്ഷൻ കമ്മീഷൻ തന്നെ അയച്ച കത്താണ്. എല്ലാ പാർട്ടിക്കാർക്കും അയച്ച കത്ത. പക്ഷേ ആ കത്തില് ഇലക്ഷൻ കമ്മീഷന്റെ സീലിന് പകരം BJP-യുടെ സീല് വന്നിരിക്കുന്നു. അതെങ്ങനെ? ഒന്നെങ്കിൽ രണ്ട് സാധ്യതകളാണ്. ഒന്നെങ്കിൽ ഈ ഇലക്ഷൻ കമ്മീഷന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ അയച്ച കത്ത് BJP ഓഫീസിൽ നിന്ന് അയച്ചതാണ്. അല്ലെങ്കിൽ ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിൽ നിന്ന് തന്നെ ഈ അയച്ച കത്തില് BJP-യുടെ സീല് വരണമെങ്കിൽ BJP-യുടെ സീല് ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിലുണ്ട് എന്നർത്ഥം. അതെന്തിനാപ്പാ BJP-യുടെ സീല് ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിൽ? എനിക്ക് അറിയാൻ പാടില്ലാത്തതാണ്, ആരെങ്കിലും അറിയുക പറഞ്ഞു തരണേ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സീല് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാവുമോ? ഇനി കോൺഗ്രസ് പാർട്ടിയുടെ സീല് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാവുമോ? ഇനി ആപ്പ് ഉണ്ടല്ലോ, അവരുടെ സീൽ ഉണ്ടാവുമോ? ഇനി മമതാ ബാനർജിയുടെ, അത് അവരുടെ പാർട്ടിയുടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇനിയിപ്പം ഇവിടെ വിജയ് ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ സീൽ എങ്ങനെ ഉണ്ടാവും? ADMKയുടെ, DMKയുടെ, അങ്ങനെ ഇവരുടെ സീലുകളെല്ലാം ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിൽ ഉണ്ടാവുമോ? സത്യമായിട്ടും അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് വലിയ വിവരമില്ല. ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എന്താ നമുക്ക് വാർത്ത ചുമ്മാ കേട്ടു പോവാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കുന്നതും BJP ആണോ എന്ന് CPIM വിമർശിച്ചു. ആ ഒരു വിമർശനത്തിൽ ഒരു കാമ്പില്ലേ എന്ന് ചില ആൾക്കെങ്കിലും സംശയം തോന്നാ. എടാ, ഇത് അയക്കുന്നതിൽ പോലും ഒരു BJP-യുടെ സീല് വരണമെങ്കിൽ BJP-യുടെ സീല് ഇവരുടെ കയ്യിലുണ്ടെന്ന്. അപ്പൊ ഇലക്ഷൻ കമ്മീഷനെ പോലും നിയന്ത്രിക്കുന്ന അവരെന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് BJP ആണെന്നാണോ? കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു കത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സീൽ വന്നത് എങ്ങനെയാണെന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം. തീർച്ചയായിട്ടും ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ അതില് അത് വന്നേ? ഇനി ഒരാൾ വാർത്തയോട് കേൾക്കാം. എന്റെ സുഹൃത്തുക്കളെ, എന്തൊക്കെ തന്നെയായാലും രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിൽ BJP കേരള ഘടകത്തിന്റെ സീല് പിഴവ് സംഭവിച്ചെന്ന് വിശദീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിശദീകരണ കുറിപ്പൊക്കെ ഉണ്ട്. ഇവിടെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഭാരതീയ ജനതാ പാർട്ടി കേരള എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൃത്യമായിട്ട് ആ സീലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് എന്റെ സുഹൃത്തുക്കളെ? ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു ബോഡിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വഴങ്ങാൻ പാടില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആക്രോശങ്ങൾക്കും വഴങ്ങാൻ പാടില്ല. അവർക്ക് ഏറ്റവും പരമാധികാരമായ രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. എന്നിട്ടും ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ BJP-യുടെ സീൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെന്ന് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതല്ലേ? അതും കേരള ഘടകത്തിന്റെ സീല് അവിടെ കാണുന്നുവെങ്കിൽ ഇനി എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ ആളുകളൊക്കെ ആലോചിച്ചു പോകുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഒന്ന് പറയാൻ കേട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾ പറയണം. Bye-bye.